ചേച്ചി ചായ വേണ്ട. ഇന്നലെ മുതൽ നീ ജലപാനം കഴിച്ചിട്ടില്ല. ഈ ചായയെങ്കിലും കുടിക്കുമോളെ. എന്നെ ഒന്ന് വെറുതെ വിടൂ, എനിക്കൊന്നും വേണ്ട. മോളെ, ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവരണമെന്ന് മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും അവൻ പാവാ, സ്നേഹമുള്ളവനാ. നിന്നെ ഗുണദോഷിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യണം പറയൂ. അറിയാതെ കൈവന്ന ഈ ഭാഗ്യത്തില് ഞാൻ സന്തോഷിക്കണോ? കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ. അച്ഛൻ പറഞ്ഞതേ ഞാൻ ഇന്ന് വരെ അനുസരിച്ചിട്ടുള്ളൂ. അനുസരണ ഉള്ളത് കൊണ്ടാ ഞാനിവിടെ എങ്ങനെ. മോളെ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. നമസ്കാരം. മോളെ ദാ അച്ഛൻ വന്നിരിക്കുന്നു, അകത്തേക്ക് വരാം. ഇരിക്കണം. ഇരിക്കാം. ഞാൻ കാപ്പി എടുക്കട്ടെ? മോളെ, നീ കരഞ്ഞ അച്ഛന് സമാനം ഉണ്ടാവൂ. എന്തിനാ വിഷമിക്കുന്നേ? അച്ഛനില്ല നിനക്ക്? എനിക്ക് വയ്യ അച്ഛാ. അങ്ങനെ പറയരുത് മോളെ. മോഹിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. മോളിലൊരാളുണ്ട്, അവിടുത്തെ നിശ്ചയം സന്തോഷമായിട്ട് സ്വീകരിക്കുക. എനിക്ക് കഴിയുന്നില്ല അച്ഛാ. ഞാൻ എന്താ ചെയ്യാ? മോക്ക് അച്ഛൻ്റെ കൂടെ വരണമെന്നുണ്ടോ? ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. അവൾക്കിവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ രാധിക 2 ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ട് സമാധാനം കിട്ടുന്ന കിട്ടിക്കോട്ടെ. മറ്റൊന്നും തോന്നരുത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അവളുടെ സന്തോഷത്തിന് ഇവിടെ ആരും എതിരല്ല. കണ്ണൻ അവനോട് ഞാൻ പറഞ്ഞോളാം. രാധിക കൂടെ പോന്നോട്ടെ. എന്നാ മോളൊരുങ്ങ്, വൈകണ്ട.